ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ടി ടി ഫാമിലിയാണ്. അപ്പോൾ ഈ ടി ടി ഫാമിലി എൻ്റെ നാട്ടുകാരാണ്. എൻ്റെ നാട്ടുകാർ എന്ന് പറയാൻ ഞാൻ അവരെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ വരുന്നത് താമരശ്ശേരി പൂനൂരാണ്, അവർ വരുന്നത് കൊടുവള്ളിയാണ്. അപ്പോൾ കൊടുവള്ളിയാണ് എൻ്റെ ഉമ്മയുടെ കുടുംബമൊക്കെ ഒരുവിധ ആൾക്കാരൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ എവിടെയോ ആണ് ഇവരെന്ന് കേട്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇവരപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടിയ പല രീതിയിലാണ് മക്കളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതും കൂടി നിങ്ങളുടെ അടുത്തേക്കൊന്ന് പറയാമെന്ന് കരുതി. അവരെന്തോ ചെയ്തിട്ട് ഇത് അവന് മാങ്ങ പറിച്ച് പൊട്ടിച്ച് കൊടുത്തതിൽ ഓവറാണ്, അങ്ങനെയാണ് എന്ന് പറഞ്ഞ് കുറേ റിയാക്ഷൻ വീഡിയോക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോക്കാരത്തി പറയുന്നുണ്ട്, കണ്ടന്റ് ഇല്ലാഞ്ഞിട്ട് ചെയ്ത് കൂട്ടുന്ന അഭിനയങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കണ്ടന്റ് ഇല്ലാത്ത അഭിനയമാണെങ്കിൽ അത് അവർക്കെന്താ, അവരുടെ ജീവിതമല്ലേ അത്. നിങ്ങൾക്കൊക്കെ ആവശ്യത്തിനധികം കണ്ടന്റ് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാരാ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങളായിട്ട് തരുന്നുണ്ട്. അതാണ് നിങ്ങളുടെ കണ്ടന്റ് പറഞ്ഞ് അഹങ്കരിക്കുന്നത്. ഈ ഉത്തര ഉണ്ണിനെ പോലെയുള്ള ആൾക്കാരൊക്കെ കണ്ടന്റും തപ്പി രാവിലെ മറ്റേ ദൈവമേ ഇന്ന് അംഗത്തിന് പോകാനുള്ള പുറപ്പാടാണ് എന്ന് പറഞ്ഞ് എഴുന്നേക്കുന്നത് പോകണം, ദൈവമേ ഇന്നത്തെ കണ്ടന്റ് ആരുടേത് കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഉത്തര ഉണ്ണിനെ പോലെയുള്ള ആൾക്കാരൊക്കെ കണ്ണ് തുറക്കുന്നത്. അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഫാമിലി ബ്ലോഗ് കൊണ്ടുപോകുന്ന സമയത്ത് അവർക്ക് കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു ദാരിദ്ര്യമുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അവർക്ക് അവരുടെ സന്തോഷങ്ങളും കാര്യങ്ങളും പങ്കുവെക്കുമ്പം അത് അഭിനയമാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കമൻറ്റ് റോളികളും. എടോ, ലൈഫിൽ സ്നേഹം എന്ന് പറയുന്നത് മനസ്സിൻ്റെ അകത്ത് ഉണ്ടാ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് പ്രകടിപ്പിക്കുന്ന സമയത്താണ് അത് നമുക്കൂടി മനസ്സിലാവുക. അവരഭിനയിച്ചിട്ട് അതിനിപ്പോൾ ആ പയ്യൻ അഭിനയിക്കുകയാണെന്ന് പറഞ്ഞു, ആയിക്കോട്ടെ, ആ പയ്യൻ അഭിനയിച്ചിട്ടെങ്കിലും ആ സ്ത്രീയെ നോക്കുന്നുണ്ട്. നിങ്ങളിൽ എത്ര ആൾക്കാർ നിങ്ങളുടെ ഭാര്യനെ നോക്കുന്നുണ്ട്? നിങ്ങളിൽ എത്ര ആൾക്കാർ നിങ്ങളുടെ ഭർത്താവിനെ നോക്കുന്നുണ്ട്? അവരഭിനയിക്കാനെങ്കിലും നിൽക്കുന്നില്ലേ? നിങ്ങൾക്ക് അതുപോലും പറ്റുന്നില്ലല്ലോ. അവരഭിനയിക്കുകയോ ജീവിക്കുകയോ എന്തോ ചെയ്തോട്ടെ. അവർ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും കുറേ എണ്ണം വന്നു. അപ്പോൾ ചിലരുടെ കമൻറ്റ്, ഈ സ്ത്രീക്ക് ഇതിന് മുമ്പത്തെ മക്കളില്ലേ, അവർ കാണില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഈ കഥയെ ചോദ്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ മാതിരി അങ്ങനെയൊക്കെ ഒരു വ്യക്തിയോട് ചോദിച്ചിട്ട് അവരുടെ മാനസിക നില തകരുക എന്നല്ലാതെ അവരുടെ ഭർത്താവിന് അവർ വേണ്ടാഞ്ഞിട്ട് പോയതല്ലേ, അത് അവരുടെ തെറ്റായിട്ടല്ലോ കാണേണ്ടത്. ഇനി ഭർത്താവിനെ ഇവർ ഉപേക്ഷിച്ചതായിക്കോട്ടെ, എന്തോ ഏതോ ആയിക്കോട്ടെ, ജീവിതം ഒന്നേ ഉള്ളൂ. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച ഒരു ഉമ്മയായിരുന്നു ഇന്നാൾ വെട്ടുകൊണ്ട് മരിച്ചു പോയത്. ആഷിക്ക് എന്ന് പറയുന്ന ഒരു ചെറ്റ ഉമ്മാനെ വെട്ടിക്കൊന്നത്. മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചതായിരുന്നു, മോന് വേണ്ടിയിട്ട്. എന്നിട്ട് എന്തേ? അപ്പോൾ അതേപോലെ നമ്മൾ മക്കൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം മാറ്റി വെക്കുമ്പോൾ നാളെ നമുക്കതിൽ നിന്ന് സുഖം കിട്ടണമെന്നൊന്നുമില്ല. മക്കൾ നമ്മളെ നോക്കണമെന്നൊന്നുമില്ല. നമ്മൾ നല്ല ലൈഫാണ് കിട്ടുക എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് വേണ്ട. ഇപ്പോഴത്തെ കാലത്ത് മക്കൾ നാളും കൂടി കേട്ടില്ലേ, പിന്നെ അച്ഛനെയും അമ്മനെയും പുറത്താക്കി വാതിലടിച്ചു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ഭയങ്കര എല്ലാവരും റിയാക്ട് ചെയ്ത് കണ്ടില്ലേ? അതേപോലത്തെ ചിലപ്പോൾ മക്കൾ നാളെ നമ്മളെയും അടിച്ചിറക്കിന്ന് വരും. അപ്പോൾ അവർക്കിപ്പോൾ അവർ സ്നേഹിച്ചോട്ടെ. പിന്നെ പ്രശ്നം ഏജ് അവർക്കില്ലാത്ത പ്രശ്നം നാട്ടുകാർക്ക് എന്തിനാണ്? ആ പയ്യനറിയാലോ, ആ സ്ത്രീക്ക് അത്രയും വയസ്സുണ്ട്, ഒരു മുതിർന്ന ഒരാളാണ്. മുതുക്കി തള്ളാൻ തന്നെ നമുക്ക് പറയാം, ഇനി മുതിർന്ന ആളെന്ന് പറയണ്ട, ആണെന്നുള്ള ആ ചെക്കനറിയാമല്ലോ. അപ്പോൾ ആ ചെക്കൻ ഓവർ ആക്ടിങ്ങോ എന്തോ നടത്തിക്കോട്ടെ, പക്ഷെ അവരുടെ ജോലിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ എന്ത് ജോലിയെന്ന്? യൂട്യൂബ് നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് ഇപ്പോൾ പലർക്കും അതൊരു ജോലിയാണ്. വരുമാനം കിട്ടുന്നത് എന്തോ അത് ജോലിയാണ്. അപ്പോൾ അവരും ജോലിയായിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. ആ ജോലിയിൽ എന്താ സിനിമാ നടിമാരും അഭിനയിക്കുന്നത് ജോലിയല്ലേ അവർക്ക്? അവരഭിനയിക്കുകയാണെങ്കിൽ അഭിനയിച്ചോട്ടെ. അവർക്ക് ഇതിലൂടെ റീച്ച് കിട്ടുമ്പോൾ അവർക്ക് അതിലൂടെ വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ അവരത് അഭിനയിച്ച് തന്നെ തീർത്തോട്ടെ. അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ഈ കോലിട്ടിളക്കാൻ വരുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാരെയൊക്കെ എന്താടേ പറയേണ്ടത്? അതെനിക്ക് മനസ്സിലാവാത്തത്. എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോഴേക്കും ഇതുങ്ങളെ കുറേ ആയി സോഷ്യൽ മീഡിയ ആക്രമിക്കുന്നുണ്ട്.
ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, പ്രതികരിച്ചു പോകുന്നതാണ്. എൻ്റെ മാമൻ്റെ മക്കളൊന്നുമല്ല അവർ, പക്ഷെ ഞാൻ ഓൾറെഡി പ്രതികരിച്ചു പോവുകയാണ്. ആര് തന്നെ ആയാലും പ്രതികരിച്ചു പോകും. അത്രത്തിമേൽ ഉപദ്രവിക്കുന്നുണ്ട്. അവരാർക്കും ഒരു ഉപദ്രവം തരുന്നില്ലല്ലോ. നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിൽ കയറി വരുന്നുണ്ടോ മക്കളെ? എൻ്റെ ഷെമി പ്രഗ്നൻ്റ് ആണ്, നീ ഒരു ദിവസം ഹോസ്പിറ്റലിൽ കാണിക്കാൻ വാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിൽ വരുന്നുണ്ടോ? അല്ലേ വേണ്ട, ഷെമിക്ക് മാങ്ങ വേണം, നീ നിൻ്റെ പറമ്പിൽ നിന്ന് പറിച്ചു തരുമോ എന്ന് അവൻ നിങ്ങളോട് ആരോടോ വന്ന് ചോദിച്ചോ? ഇതൊന്നും ഇല്ലാത്തടത്തോളം നിങ്ങൾ എന്തിനാണ് അവരെങ്ങനെ കുറ്റം പറയുന്നത്? മാങ്ങ പറിച്ചോ, ഉപ്പിട്ടോ, പുളിയിട്ടോ, ഇനി മാങ്ങ നിർത്തി പൊരിച്ചെങ്കിലും കൊടുത്തോട്ടെ. നിങ്ങൾ അതിലെന്തിനാ കൈയെടുത്തുന്നത്? നിങ്ങളുടെ ലൈഫല്ലാലോ. ഇതിനൊരു തരം അസൂയ, കുശുമ്പ്, കുന്നായ്മ എന്ന് പറയും. ഈ ഒരു സംഭവത്തിൻ്റെ പേരതാണ്. കാരണം എന്താ വെച്ചാൽ, തനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടുമ്പം കാണുന്നൊരു കൃമികടി. അതിനെയാണ് ഈ റിയാക്ഷൻ വീഡിയോക്കാരായിട്ടും അല്ലാത്തവരായിട്ടും ഇങ്ങനെ മെനക്കെട്ട് ചെയ്യുന്നത്. കമൻ്റ് ഇടുന്ന ആൾക്കാർക്കും ഇതെന്നാ വിഷയം? തനിക്കിങ്ങനെയൊന്നും പറ്റുന്നില്ല തൻ്റെ ലൈഫിൽ, ഓക്കങ്ങനെ കിട്ടിയേ, അങ്ങനെ ഇപ്പം വേണ്ട, നല്ല 4 കമൻ്റ് ഇട്ടെ. ഷെമീന പോക്കാ, മറ്റവൻ്റെ പേരെന്തായും, ആ പയ്യൻ്റെ പേര് എനിക്കറിയില്ല, രണ്ടും എന്തോ അടുപ്പിച്ചിട്ടുള്ള പേരാ. എന്തായാലും നമുക്ക് ഷെമീന പേര് ഇട്ടിരിക്കില്ല, ഷെമീന പോക്ക എന്ന് പറഞ്ഞാൽ റാണിയക്കനെ പോലാട്ടെ എഴുതി അങ്ങ് വിട്ടേക്കുക. എന്തിനേ അസൂയ? വേറൊരു സംഭവമില്ല. അല്ലാതെ ഇവരെ ഒരു കുറ്റം ചെയ്തിട്ടോ ആരെയും വെട്ടിക്കൊന്നിട്ടോ ആരെ കട്ടോ മോഷ്ടിച്ചോ അങ്ങനെയാണോ ഇവർ ജീവിക്കുന്നത്? ഇവർ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ജീവിക്കുന്നത്. അതിനവർക്ക് കണ്ടന്റ് ഇല്ലേ, ചിലപ്പോൾ അവർ അഭിനയിച്ചെന്ന് വരും, സ്നേഹിച്ച് അഭിനയിച്ചെന്ന് വെക്കും, ഫ്രാങ്ക് കാണിച്ചെന്ന് വെക്കും. അതൊക്കെ അഭിനയമാണ്. അതിനൊക്കെ ഇങ്ങനെ ഈ റിയാക്ഷൻ വീഡിയോക്കാർക്ക് ഇത് മാത്രം കുരു പൊട്ടാൻ എന്തേ തടയുന്ന? ഈ കുരു പൊട്ടുന്ന ആൾക്കാരോ അഭിനയിക്കാണ്ട് വീട്ടിൽ വെറുതെ കുത്തിരിക്കുക. നിങ്ങൾ ഓരോരുത്തരായിട്ട് ചിലവിനുണ്ടോ കൊടുക്കുമോ? അവർക്ക് മാസം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം നിങ്ങൾക്ക് ആർക്കെയും കൊണ്ടു കൊടുക്കാൻ പറ്റുമോ? എന്നാൽ പിന്നെ പോലെ അഭിനയിക്കാതെ ഒരു വീഡിയോ ഇടാണ്ട് അവർ ജീവിച്ചോളും. നിങ്ങൾ എപ്പോഴും നിങ്ങൾ ആരെങ്കിലും പോവുമോ? ഇതാരും 5 പൈസ കൊടുക്കുകയില്ല, കണ 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 എന്ന് പറഞ്ഞ് കൊണയ്ക്കുകയും ചെയ്യും. ഈ ഉത്തരാവണ്ണിനെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കണ്ണും തള്ളി നിൽക്കുക. ഷെബീന ബീവി, ഉത്തരാവണ്ണി, ഇവരൊക്കെ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇപ്പം വെക്കും കണ്ടന്റ്. എന്ത് പറയാനാ ഗൈസ്? ഇത് കേൾക്കുമ്പോൾ എനിക്കൊരു തരം ചിരിയാണ് വരുന്നത്. അതുകൊണ്ട് പ്രതികരിച്ചു പോയതാണ്. വെറുതെ വിട്ടേക്ക് മക്കളെ, അതുങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. ജീവിതം ഒന്നേ ഉള്ളൂ. ആ ഒരു ജീവിതം നമുക്കൊരിക്കലും വീണ്ടും വീണ്ടും തിരിച്ചു കിട്ടാത്തൊരു സാധനം എന്ന് പറയുന്ന സംഭവം ജീവിതം മാത്രമേ ഉള്ളൂ. ഒരു ദിവസം, ഇന്നത്തെ ഒരു ദിവസം ഇന്ന് മാത്രമേ ഉള്ളൂ. അതിനി എങ്ങനെ നോക്കിയാലും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റൂല. അത് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരെ കുറ്റം പറച്ചിൽ നിർത്തിയിട്ട് ജീവിതത്തെ ആസ്വദിച്ച് ജീവിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ നോക്കി ജീവിക്കാൻ നോക്കുക. മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരെ ഫ്രീ ബേർഡായിട്ട് വിടുക. ഇന്നേ ഉള്ളൂ, ഇന്നത്തെ ഒരു ദിവസം ഇന്ന് മാത്രമേ ഉള്ളൂ. നാളെ ഉണ്ട് എന്ന് വിചാരിക്കരുത്. നാളെ ഒരു പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കും എന്നും നമ്മൾക്ക് പറയാൻ പറ്റൂല. അതേ പോണ ആൾക്കാരാണ് മരിച്ചു പോണത്. ഒന്ന് വാഹനാപകടം പറ്റിയാൽ മതി, വേണ്ടടേ ഒന്ന് കുഴഞ്ഞു വീടാൻ മതി, തീർന്ന്. അതുകൊണ്ട് അവരെങ്ങനെങ്കിലും ജീവിച്ചോട്ടെ. കണ്ടില്ലായിരുന്നു ഒന്നാളത്തെ ഒരു മഴയത്ത് വെള്ളപ്പൊക്കവും ഒലിതും ഒക്കെ തീർന്നില്ലേ? ഒരു നാട് തന്നെ ഒരു നിമിഷം കൊണ്ട്, ഒരു രാത്രി പുലരുമ്പോൾക്ക് തീർന്നു പോയില്ലേ? അത്രേ ഉള്ളൂ എന്ന് ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് ആരോ എങ്ങനെയോ ജീവിച്ചോട്ടെ, അതിൽ പോയി കൈയിട്ടിളക്കിയിട്ട് അവരുടെ കുടുംബം കലക്കാൻ നിൽക്കല്ലേ നിങ്ങൾ. അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. അപ്പോൾ ടി ഫാമിലിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഇതാണ്. ദയവ് ചെയ്ത് അത് നിങ്ങളെ വെറുതെ വിട്ടേക്ക്. എങ്ങനെയെങ്കിലും അവർ ഉപജീവന മാർഗം കണ്ടെത്തി പോയിക്കോട്ടെ. ഓക്കെ.